സ്നേഹമുള്ളവർ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോഷകപ്രദമായ ഒരു ദോശയാണ്. വളരെ ടേസ്റ്റുള്ളതും എന്നാൽ വളരെ ഈസി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആ ദോശ മാത്രം പോലെ അതിൻ്റെ കൂടെ മുട്ടയും നേന്ത്രപ്പഴം കൂടി കൊടുക്കണം. അത് ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് എപ്പോഴും കുറയ്ക്കുക, ബാക്കിയുള്ള സാധനങ്ങൾ പ്രോട്ടീനും മറ്റേതൊക്കെ കൂടുതലാക്കുക. അതാണ് ആവശ്യം. ഇലക്കറികളും ഒക്കെ കൂട്ടുക. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതോടെ ഒരു ഗ്ലാസ് റവ ഞാൻ ഇതിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. 10 മിനിറ്റായി. ഈ റവ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ, ഈ റവ ഇപ്പോൾ നല്ലോണം കുതിർന്നു വന്നു. അപ്പോൾ ഈ റവ ഞാൻ ഈ മിക്സിയിലിട്ടിട്ട് അത് അരയ്ക്കണം. മിക്സിയിലിട്ട് അരയ്ക്കുക. സോക്ക് ചെയ്ത റവ മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കണം. ഉപ്പിട്ടുള്ള കയ്യുപ്പാണ് കേട്ടോ, ഉപ്പിട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ചു. മാവിൽ ഒഴിച്ചു. ഇനി ഈ മാവിൽ നോക്കൂ, ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, എല്ലാം കറിവേപ്പില എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇടാം. ഇത് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം, എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ അതൊന്നും ഇടില്ല. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില അതൊക്കെ ഇടുന്നില്ല. പച്ചമുളക് ഇട്ട് തൈര് ചേർത്ത് അരക്കണമായിരുന്നത് തൈര് ചേർക്കണം. 2 ടീസ്പൂൺ തൈര് കേട്ടോ. ഏകദേശം പുളി ഉണ്ടാവില്ല, ഇൻസ്റ്റൻ്റ് ആയിരുന്നതുകൊണ്ട് 2 ടീസ്പൂൺ തൈര്. ഞാനായിട്ട് കുഞ്ഞുകുഞ്ഞിനെ അരിയണം കേട്ടോ. തക്കാളി, ഈ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം. മല്ലിയില കഴുകി അരിഞ്ഞച്ച മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, സബോള, കറിവേപ്പില, മല്ലിയില, തക്കാളി എല്ലാം ഇടാം. ഇതിൽ ഉപ്പുണ്ടോ നോക്കാം. ചട്ടിക്ക് നോക്കും. 2 പച്ചമുളക്, നാളികേരം, അതുപോലെ ഉപ്പ്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല. അരക്കട്ടെ. കടലപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല. ചിലവർ കടലപ്പരിപ്പൊക്കെ ഇടില്ല. ഇതാ ദോശയ്ക്കുള്ള ചട്ടി തയ്യാറായി കേട്ടോ. ഇതിൽ കടുക് വേണമെങ്കിൽ വറുത്തിടാം, അല്ലെങ്കിൽ വറുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പച്ചമുളകും നാളികേരവും ഉപ്പും മാത്രം. ദോശ തട്ട് ചൂടായി. ഇനി നമുക്ക് കുഞ്ഞൻ ദോശകൾ ഉണ്ടാക്കാം. കുഞ്ഞൻ ദോശകൾ കേട്ടോ. കുഞ്ഞന്മാരാണ്. നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടാവും. വളരെ നല്ല ഭംഗിയിട്ടാണ്. ഇനി ഇത് നെയ്യോ അല്ലെങ്കിൽ ബട്ടർ കൊട്ടാണ്. അല്ല, ബട്ടർ വെച്ച് കൊടുക്കണം. ബട്ടറിൽ മുരിഞ്ഞ ദോശ ഇവിടെ തയ്യാറായി. നൂല് മുരിങ്ങനെയുള്ള ദോശ എന്ത് രസമാണെന്ന് അറിയില്ല. വളരെ നല്ല രസമുണ്ട്. ഈ ദോശ ഒരെണ്ണം, അതുപോലെ ഒരു പഴക്കഷ്ണവും ഒരു മുട്ടയും ഇതിട്ട് കുട്ടികൾ കഴിച്ചാൽ അവർക്ക് വേണ്ടതായി. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ദോശ വേണ്ടതാണ്. ദോശയുടെ കൂടെ അതേ വെളുത്ത ചട്നി, തേങ്ങ ചട്നി ഉണ്ട്. കണ്ട ദോശ തയ്യാറായി. എന്ത് നല്ല ദോശകളാണ് നോക്കും. കുഞ്ഞൻ ദോശകളാണ്. ഭയങ്കര ടേസ്റ്റാണ്. നല്ല രസമുണ്ട്, നല്ല സ്വാദുണ്ട്. ഇത് വളരെ ന്യൂട്രീഷ്യസാണ്. അത് കാരണം കൂടെ എല്ലാവരും ഇത് ഉണ്ടാക്കുക. വലിയവർക്ക് കഴിക്കുക. ഇതിൻ്റെ കൂടെ മുട്ടയും നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് വളരെ ന്യൂട്രീഷ്യസ് ഫുഡായി. ഒരു ദോശയും ബാക്കി മുട്ടയും നേന്ത്രപ്പഴം കഴിക്കും. അല്ലാതെ ദോശ മാത്രം തീറ്റിക്കരുത് പിള്ളേരെ. അത് നല്ലതല്ല, കാർബോഹൈഡ്രേറ്റ് കൂടുതലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മുട്ട എന്നും സ്ഥിരമായിട്ട് കൊടുക്കുക. നേന്ത്രപ്പഴം പറ്റിയെങ്കിൽ ഡെയിലി കൊടുക്കുക. ഏറ്റവും ബെസ്റ്റാണ് അത് രണ്ടും. അതൊക്കെ തേങ്ങ ചട്നിയാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.